യേശുവിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും ഓശാന ഞായറിൻ്റെ മംഗളങ്ങൾ ഒത്തിരി സ്നേഹത്തോടുകൂടെ ആശംസിക്കുകയാണ്. യേശുനാഥൻ ജെറുസലേമിലേക്ക് രാജകീയമായി പ്രവേശിക്കുന്ന തിരുവചന ഭാഗമാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്. യേശുനാഥൻ്റെ സ്ഥലം നമുക്കറിയാം, അത് ഗലീലിയിലാണ്. പലസ്തീനയിലെ ഭൂപ്രദേശത്തെക്കുറിച്ച് നമുക്കൊന്ന് അറിഞ്ഞിരിക്കുക ഈ അവസരത്തിൽ വളരെ ആവശ്യമാണ്. പലസ്തീനയിലെ 3 പ്രധാനപ്പെട്ട റീജിയനാണ് ഗലീലി, സമരിയ, യൂദയ. അതിൽ വടക്കേ അറ്റത്തുള്ള പ്രദേശമാണ് ഗലീലി. അവിടെയാണ് ഈശോ താമസിക്കുന്നത്. അതിനുശേഷം ഉള്ള സ്ഥലമാണ് സമരിയ. അതിനും തെക്ക് വശത്തുള്ള സ്ഥലമാണ് യൂദയ. യൂദയയിലാണ് ജെറുസലേം. ആ ജെറുസലേമിലേക്കാണ് യേശു കടന്നു വരുന്നത്. യൂദയ യഹൂദരുടെ നഗരമാണ്. യഹൂദരുടെ നഗരമായ യൂദയയിൽ ജെറുസലേം ദേവാലയം സ്ഥിതി ചെയ്യുന്നു. ഇപ്പം യേശു ഗലീലിയിൽ നിന്ന് സമരിയയിലൂടെ യൂദയയിലേക്ക് വരികയാണ്. എല്ലാ യഹൂദരും, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജീവിക്കുന്ന എല്ലാ യഹൂദരും അവരുടെ തിരുനാൾ നാളുകളിൽ ജെറുസലേം ദേവാലയത്തിലേക്ക് വരണം എന്ന നിയമം അവർക്കുണ്ട്. യഹൂദരെ സംബന്ധിച്ചിടത്തോളം 3 പ്രധാനപ്പെട്ട തിരുനാളുകളാണ് ഉള്ളത്: പെസഹ തിരുനാൾ, പന്തക്കുസ്ത തിരുനാൾ, കൂടാരത്തിരുനാൾ. ഈ തിരുനാളുകളിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള യഹൂദർ ജെറുസലേമിലേക്ക് വരും. അപ്പോൾ ജെറുസലേമിൽ എല്ലാവർക്കും പ്രവേശിക്കുവാനായിട്ട് അല്ലെങ്കിൽ താമസിക്കുവാനായിട്ട് ഇടമില്ലാത്തത് കൊണ്ട് അവർ ജെറുസലേമിന് പുറത്തുള്ള ഒലിവ് മലയോട് അടുത്താണ് പലരും കൂടാരം കെട്ടി താമസിക്കുന്നത്. അങ്ങനെ ഒലിവ് മലയിൽ ഉള്ള 2 പ്രധാനപ്പെട്ട നഗരങ്ങളെക്കുറിച്ചാണ് ഇന്ന് സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടത്. ആദ്യത്തെ നഗരം എന്ന് പറയുന്നത്, യേശു ജെറുസലേമിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എവിടെ നിന്നാണ് പുറപ്പെട്ടത്? അവൻ ബെത്ഫഗയിലെത്തി എന്നാണ് വചനം പറയുന്നത്. മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 1-ാം തിരുവചനം. അതാണ് ഒരു പ്രധാനപ്പെട്ട നഗരം. രണ്ടാമത്തെ നഗരം അവസാനത്തെ തിരുവചനത്തിൽ 17-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ കണ്ടു, അവൻ അവരെ വിട്ട് നഗരത്തിൽ നിന്ന് ബഥാനിയയിലേക്ക് പോയി. അപ്പോൾ ബഥാനിയ എന്ന് പറയുന്ന സ്ഥലം, ഇങ്ങനെ 2 സ്ഥലങ്ങളിലാണ് യൂദയയുടെ പുറത്തുനിന്ന് വരുന്ന ആൾക്കാർ ജെറുസലേമിൽ പ്രവേശിക്കുവാൻ വേണ്ടി കൂടാരമടിച്ച് താമസിക്കുന്ന സ്ഥലം. അങ്ങനെ യേശുനാഥനും അവിടെ താമസിക്കുകയാണ്. യേശു ജെറുസലേമിലേക്ക് പ്രവേശിക്കുവാൻ തിരഞ്ഞെടുക്കുന്ന ദിവസം പെസഹ തിരുനാളിനോടനുബന്ധിച്ചുള്ള ദിവസങ്ങളാണ്. പെസഹ തിരുനാളിനോടനുബന്ധിച്ചുള്ള ദിവസങ്ങളിൽ യേശു ദേവാലയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ യേശുവിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. യൂദയയിലെ അധികം പേരൊന്നും യേശുവിനെ അറിയില്ല. പക്ഷേ തീർച്ചയായിട്ടും ഗലീലിയിൽ നിന്നും സമരിയയിൽ നിന്നുമൊക്കെ ആ സ്ഥലത്ത് ജെറുസലേമിലേക്ക് ജനങ്ങൾ വരും. അപ്പോൾ അങ്ങനെ തനിക്ക് പരിചയമുള്ള ആൾക്കാർ കൂടി അവിടെയുണ്ട്. അതുകൊണ്ടാണ് അവിടെ കുറേ പേർ ചോദിക്കുന്നുണ്ട്, ഇവൻ ആരാണ്? അത് യൂദയയിലുള്ളവരും അതുപോലെ തന്നെ വളരെ ദൂരെയുള്ളവരുമാണ്. യേശുവിനെക്കുറിച്ച് അറിയാത്തവരാണ്. പക്ഷേ യേശുവിനെക്കുറിച്ച് അറിയുന്നവർ പറയുന്നുണ്ട്, അവൻ ഗലീലിലൊരു പ്രവാചകനാണ്, അവൻ പ്രവാചകനായ യേശു ക്രിസ്തുവാണ്. അപ്പം യേശുവിനെ അറിയുന്നവരുണ്ട്, അറിയാത്തവരുണ്ട്. യേശു പെസഹ തിരുനാളിനോടനുബന്ധിച്ചുള്ള ദിവസത്തിൽ ദേവാലയത്തിലേക്ക്, ജെറുസലേമിലേക്ക് പ്രവേശിക്കുവാനായിട്ട് തിരഞ്ഞെടുക്കുകയാണ്. അവിടെ ജെറുസലേമിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി യേശു തിരഞ്ഞെടുക്കുന്നത് ഒരു കഴുതക്കുട്ടിയെയാണ്. അവിടെ ആ തിരുവചനം സക്രിയായുടെ പ്രവചനത്തിൽ നിന്നുള്ളതാണ്. മത്തായി സുവിശേഷകൻ അത് രേഖപ്പെടുത്തുന്നുണ്ട്. എന്താണ്? കഴുതക്കുട്ടിയുടെ പുറത്ത് അവൻ പ്രവേശിക്കുന്നു എന്ന് പറയുന്നത് മത്തായി ശ്ലീഹ പറയുകയാണ്, പ്രവചനത്തിൻ്റെ പൂർത്തീകരണമാണ്. യേശുനാഥൻ പ്രവചനത്തിൻ്റെ പൂർത്തീകരണമാണ്. ഇതാ ഇവിടെ യേശു ജെറുസലേമിലേക്ക് പ്രവേശിക്കുന്നു പ്രവചനത്തിൻ്റെ പൂർത്തീകരണമായി. അങ്ങനെ കഴുതക്കുട്ടിയുടെ പുറത്ത് യേശു ജെറുസലേമിലേക്ക് പ്രവേശിക്കുകയാണ്. ജെറുസലേമിലേക്ക് പ്രവേശിക്കുവാൻ
കഴുതയുടെ പുറത്ത് കയറുന്ന യേശുവിനെ ജനസമൂഹം എന്താണ് ചെയ്യുന്നത്? അവർ വസ്ത്രങ്ങൾ വഴിയിൽ വിരിച്ചു, കൈകളിൽ അവർ മരക്കൊമ്പുകൾ ഏറ്റുപിടിച്ചു. അതിനുശേഷം അവർ വിളിച്ചു പറഞ്ഞു, ഓസാന. അപ്പോൾ അവർ യേശുവിനെ തങ്ങളുടെ രാജാവായി സ്വീകരിക്കുന്നതിൻ്റെ പ്രതീകമാണത്. ഇതാ തങ്ങളുടെ വസ്ത്രങ്ങൾ മണ്ണിൽ വിരിച്ചിട്ട് യേശുവിനെ സ്വീകരിക്കുകയാണ് അവർ. കയ്യിൽ മരക്കമ്പുകൾ പിടിച്ച് യേശുവിനെ ഓശാന പാടി എതിരേൽക്കുകയാണ്. ഇതാ നിന്നെ ഞങ്ങൾ രാജാവായി സ്വീകരിച്ചിരിക്കുന്നു എന്ന് ജനസമൂഹം പറയുകയാണ്. ഹോസാന എന്ന വാക്കിൻ്റെ അർത്ഥം അത് നമ്മൾ സങ്കീർത്തന പുസ്തകം 118:25 കാണും. കർത്താവേ, ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു, ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവെ, ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു, ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവെ, ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു, ഞങ്ങൾക്ക് വിജയം നൽകണമേ. ഇതാണ് ഹോസാന എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ, ഞങ്ങൾ രക്ഷിക്കണമേ എന്നാണ്. എവിടെ നിന്നാണ് ഞങ്ങളെ രക്ഷിക്കേണ്ടത്? ഇതാ ഞങ്ങൾ റോമാക്കാരുടെ ആധിപത്യത്തിൽ കഴിയുകയാണ്. അവരുടെ അടിമത്തത്തിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ എന്നുള്ള വലിയൊരു പ്രാർത്ഥന, ഒരു പ്രതീക്ഷ യേശുവിൽ അവർ കാണുകയാണ്. അതുകൊണ്ടാണ് അവർ യേശുവിനെ രാജാവായി സ്വീകരിക്കുന്നത്. അങ്ങനെ യേശുവിനെ രാജാവായി വാഴിച്ചുകൊണ്ട് ഹോസാന പാടി അപേക്ഷ നൽകിക്കൊണ്ട് ജെറുസലേമിലേക്ക് സ്വീകരിക്കുകയാണ്. ജെറുസലേമിലേക്ക് പ്രവേശിക്കുന്ന യേശുനാഥൻ ഏറ്റവും ആദ്യം ചെയ്യുന്നത് ദേവാലയത്തിലേക്കാണ് പോകുന്നത്. ജെറുസലേം ദേവാലയത്തെ ശുദ്ധീകരിക്കുകയാണ്. ജെറുസലേം ദേവാലയത്തെ ശുദ്ധീകരിക്കുന്നു, 1. 2, യേശു അവിടെ രോഗികളെ സുഖപ്പെടുത്തുന്നു. എന്താണ് രോഗികളെ സുഖപ്പെടുത്തുക? അന്ധർക്ക് കാഴ്ച കൊടുക്കുക, മുടന്തർക്ക് നടക്കാനുള്ള ശക്തി കൊടുക്കുക. ഇതെല്ലാം ചെയ്യുന്നത് ഒരു മെസ്സിയാനിക് യുഗം, ഒരു മിശിഹ കടന്നു വരുന്നതിൻ്റെ ആരംഭമാണ്. ഇതാ മിശിഹ നിങ്ങൾക്കായി കടന്നു വന്നിരിക്കുന്നു. മിശിഹ വരുമ്പോൾ അവൻ ഇന്ന ഇന്ന കാര്യങ്ങളെല്ലാം ചെയ്യും എന്ന് തിരുവചനത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. അതെല്ലാം അവിടെ സംഭവിക്കുകയാണ്. അപ്പം തിരുവചനത്തിൻ്റെ പൂർത്തീകരണം ഇതാ ജെറുസലേം ദേവാലയത്തിലും നടക്കുകയാണ്. അവൻ രോഗികളെ സുഖപ്പെടുത്തുന്നു, അന്ധർക്ക് കാഴ്ച കൊടുക്കുന്നു, മുടന്തർക്ക് നടക്കാനുള്ള ശക്തി കൊടുക്കുന്നു, ഊമർക്ക് സംസാരിക്കാനുള്ള കഴിവ് കൊടുക്കുന്നു. അങ്ങനെ സൗഖ്യത്തിൻ്റെ വലിയൊരു പ്രളയം അവിടെ ഉണ്ടാവുകയാണ്. മിശിഹ കടന്നു വന്നിരിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനയായിട്ടാണ് അവിടെ ഈ അത്ഭുതങ്ങളെ അവർ കാണുന്നത്. അവിടെ കുട്ടികൾ ആർത്തുവിളിക്കുകയാണ് ഹോസാന എന്ന്. അങ്ങനെ ജനസമൂഹം മുഴുവൻ ആർത്തുവിളിക്കുമ്പോൾ അവിടെ പുരോഹിതരുടെ മനോഭാവം എന്താണ്? നിയമജ്ഞരുടെ മനോഭാവം എന്താണ്? ഫരിസേയരുടെ മനോഭാവം എന്താണ്? അവർക്ക് യേശുവിനെ സ്വീകരിക്കാനായിട്ട് സാധിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഈ ഓശാന ദിനത്തിൽ നമ്മൾ കാണുന്നത് വ്യത്യസ്തമായ മനോഭാവങ്ങളാണ്. ഹോസാന വിളി മാത്രമല്ല, അതോടൊപ്പം തന്നെ അവനെ തിരസ്കരിക്കുന്ന ഒരു സമൂഹത്തെയും നമ്മൾ കാണുന്നുണ്ട്. ഈ ഓശാന ഇന്ന് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയാണ്. എൻ്റെയും നിൻ്റെയും ജീവിതത്തിൽ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ ഓശാന വിളികൾ ഉയരുന്നുണ്ട്. ഈ ഓശാന വിളികൾ ഉയരുന്ന ജനക്കൂട്ടത്തിൻ്റെ മനോഭാവമാണോ എനിക്കുള്ളത്? അതോ യേശുവിനെ തിരസ്കരിച്ച ആ പുരോഹിത സമൂഹത്തിൻ്റെ, ആ ഫരിസേയ സമൂഹത്തിൻ്റെ, ആ സദുക്കായ സമൂഹത്തിൻ്റെ മനോഭാവമാണോ എനിക്കുള്ളത് എന്നുള്ളത് നമ്മൾ നോക്കണം. മൂന്നാമതായി, അവിടെ കച്ചവടം നടത്തിക്കൊണ്ടിരുന്ന വ്യക്തികളുടെ മനോഭാവമാണോ? ജെറുസലേം ദേവാലയത്തിൽ പോലും കച്ചവട മനോഭാവത്തോടുകൂടെ ആ ദേവാലയത്തെ കാണുന്ന ഒരു സമൂഹം, ആ സമൂഹത്തിൻ്റെ മനോഭാവമാണോ എനിക്കുള്ളത്? എന്തിനേയും എൻ്റെ ലാഭമാക്കി മാറ്റാനുള്ള ഒരു പ്രവണത, ഒരു ത്വര എൻ്റെ ജീവിതത്തിലുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഈ ഓശാന ഞായറാഴ്ച നമ്മുടെ ജീവിതത്തിൽ വിചിന്തനം ചെയ്യേണ്ടത് ഇവയാണ്. 1, എനിക്ക് എൻ്റെ യേശുവിനെ എൻ്റെ രാജാവായി എനിക്ക് പ്രഖ്യാപിക്കാൻ സാധിക്കുന്നുണ്ടോ? എൻ്റെ രാജാവായി, എൻ്റെ ദൈവമായി, എൻ്റെ കർത്താവായി, എൻ്റെ ജീവിതത്തിൽ ആധിപത്യം പുലർത്താൻ കഴിവുള്ളവനായി എൻ്റെ കർത്താവിനെ ഞാൻ പ്രഖ്യാപിക്കുന്നുണ്ടോ? അതോ ആ ജെറുസലേം ദേവാലയത്തിൽ കച്ചവടം ചെയ്യുന്ന ആ മനോഭാവം എന്താണ്? എല്ലാം കച്ചവട കണ്ണുകളോടുകൂടെ കാണുന്ന മനോഭാവം. ആ മനോഭാവമാണോ എനിക്കുള്ളത്? മൂന്നാമതായി, ഞാൻ ഈ പുരോഹിതരുടെയും സദുക്കാരുടെയും ഫരിസേയരുടെയും മനോഭാവമാണോ? പ്രിയപ്പെട്ടവരെ, നമുക്ക്
ഉചിതമായ മനോഭാവം സ്വീകരിക്കണം. എന്താണ് ഉചിതമായ മനോഭാവം? അത് ആ ജനക്കൂട്ടത്തിൻ്റെ മനോഭാവമാണ്, ആ കുട്ടികളുടെ മനോഭാവമാണ്. അവിടെ സൗഖ്യം നേടിയെടുത്ത അന്ധരും മൂകരും ആയിട്ടുള്ള കുറേ വ്യക്തികളുണ്ടായിരുന്നു. അവരുടെ മനോഭാവമാണ്, ഇതാ നിന്നെ എൻ്റെ രാജാവായി ഞാൻ വാഴിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് യേശുവിനെ നമ്മുടെ രാജാവായി പ്രഖ്യാപിക്കാം. എന്താണ് രാജാവായി പ്രഖ്യാപിക്കുക എന്ന് പറയുമ്പോൾ, എന്നിൽ ഭരണം നടത്തേണ്ടവനാണ് എൻ്റെ രാജാവ്. എന്നിൽ ഭരണം നടത്തുക എന്ന് പറഞ്ഞാൽ എൻ്റെ ആധിപത്യം മുഴുവൻ ഞാൻ എൻ്റെ കർത്താവിനെ സമർപ്പിക്കുകയാണ്. നമുക്ക് നമ്മുടെ ഭരണം കർത്താവിനെ പരമേൽപ്പിക്കാം. ദൈവം എന്നെ ഭരിക്കട്ടെ, എൻ്റെ കുടുംബത്തെ ഭരിക്കട്ടെ, എൻ്റെ കുടുംബ അംഗങ്ങളെ ഭരിക്കട്ടെ. അങ്ങനെയെങ്കിൽ നമുക്ക് സമാധാനം അനുഭവിക്കാൻ സാധിക്കും. നമുക്ക് യേശുവിൻ്റെ സമാധാനം മറ്റുള്ളവർക്ക് പകർന്നു നൽകാനും സാധിക്കും. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓശാന ഞായറിൻ്റെ തിരുനാൾ മംഗളങ്ങൾ ഒത്തിരി സ്നേഹത്തോടു കൂടെ ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.